നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ നീലഗിരി യാത്രയ്ക്ക് ശേഷമുള്ള ഒരു യാത്ര. സെയിം കാർ, ദ സെയിം ഡ്രൈവർ. കാരണം ഒരു കാറേ ഉള്ളൂ, പിന്നെ ഒരേ ഒരു മകനേ ഉള്ളൂ, അവൻ തന്നെയാണ് ഡ്രൈവറും. അതുകൂടാതെ കഴിഞ്ഞ വർഷം കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ, മിന്നു എന്ന ആഷയും മാളു എന്ന ആരാധ്യയും കൂടെയുണ്ട്. കഴിഞ്ഞ തവണ ക്യാമറയ്ക്ക് മുന്നിൽ വരാതിരുന്ന അവരുടെ അച്ഛൻ മുരുകേശൻ. ശരിക്കും ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ 20ാം വാർഷികമാണ് 2026 എന്ന് പറഞ്ഞത്. 2004 ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഗവൺമെൻറ് സർവീസിൽ വരുന്നത്. ഞാൻ പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും, മുരുകേശൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷൊർണൂർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും. ആ സമയത്ത് ചില ഈ സർവീസ് സംഘടനാ നേതാക്കൾ എന്നെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു മുരുകേശൻ. അതായത് മുരുകേശൻ പാലക്കാടേക്ക് റിക്വസ്റ്റ് വയ്ക്കും. മുരുകേശൻ സീനിയർ ആയതുകൊണ്ട് അവന് പാലക്കാട് കിട്ടും, എനിക്ക് ഷൊർണൂർ പോകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ചില ഭീഷണികൾ. അല്ലെങ്കിൽ അവരുടെ സംഘടനയിൽ ചേരണം, ഇതാണ് ഡിമാൻഡ്. പക്ഷേ ഞാൻ വിചാരിച്ചു, നമ്മൾ PSC എഴുതുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടും എന്നുള്ള സങ്കല്പത്തിലൊന്നുമല്ലല്ലോ എഴുതിയത്. അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് പലപ്പോഴും മുരുകേശനെ കണ്ടപ്പോൾ മുരുകേശൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു റിക്വസ്റ്റ് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കാരണം മുരുകേശൻ്റെ വീട് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ അടുത്താണെങ്കിലും വീടിൻ്റെ തൊട്ടടുത്താണ് പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവൻ സീസൺ ടിക്കറ്റൊക്കെ എടുത്ത് രാവിലെ ട്രെയിനിൽ കയറിയിരിക്കും, ഷൊർണൂരെത്തും. വൈകുന്നേരം അതേപോലെ വീടിൻ്റെ തൊട്ടടുത്ത് വന്ന് ട്രെയിൻ ഇറങ്ങും. പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ എക്സ്ചേഞ്ചിലേക്ക് വരണമെങ്കിൽ 2 ബസ് കയറണം. പിന്നെ 2006 ജനുവരിയിലാണ് മുരുകേശൻ പാലക്കാടേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ 20ാം വാർഷികം 2026 അങ്ങനെ റെയിൽവേ ആയിട്ടുള്ള ബന്ധം സീസൺ ടിക്കറ്റിൽ അവസാനിപ്പിച്ചെങ്കിലും മുരുകേശൻ ആ ബന്ധം ഒരിക്കലും കൈവിട്ടില്ല. റെയിൽവേ ഉദ്യോഗസ്ഥയായ ഒരു ഭാര്യയെ തന്നെ കിട്ടി, വിനിത. തമിഴ്നാട് ഉടുമൽപേട്ട ചിന്നാർ വഴിയാണ് യാത്ര പ്ലാൻ ചെയ്തത്. അതിനനുസരിച്ച് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിലെ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായ അമരാവതി ക്രോക്കഡൈൽ സെന്റർ. മുതലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഈ ക്രോക്കഡൈൽ സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും ചെയ്യുന്നത് തൊട്ടടുത്തുള്ള അമരാവതി ഡാമിൽ നിന്ന്, അതുപോലെ പരിസരത്തുള്ള ചതുപ്പ് നിലങ്ങളിൽ നിന്നെല്ലാം മുതലകളുടെ മുട്ടകൾ കളക്ട് ചെയ്യുന്നു. അതിവിടെ വിരിയിച്ച് മുതലകളെ ഒരു പ്രത്യേക പ്രായം വരെ വളർത്തിയതിന് ശേഷം തിരിച്ച് ഡാമിലും അതുപോലെ വനത്തിൻ്റെ അകത്തുള്ള മറ്റ് ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ മുതലകളുടെ വംശം നിലനിർത്തുക തന്നെയാണ്. ഇന്ന് വളരെയധികം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മുതല. നമ്മൾ വിചാരിക്കും മുതലയ്ക്ക് ശത്രുക്കളോ എന്ന് വിചാരിക്കും. മുതലയുടെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല, നമ്മൾ മനുഷ്യർ തന്നെയാണ്. തോലിനും മാംസത്തിനും വേണ്ടി അവയെ വ്യാപകമായി കൊല്ലുന്നത് കൂടാതെ അവയുടെ ആവാസ വ്യവസ്ഥകൾ, പ്രധാനമായും ജലാശയങ്ങളും ചതുപ്പ് നിലങ്ങളും എല്ലാം നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുതലകളും ഇല്ലാതാവുന്നു. ഇതുകൂടാതെ മുതലകളുടെ പ്രധാനപ്പെട്ട ചില ശത്രുക്കൾ വേറെയുണ്ട്. കരയിൽ ഉള്ള സമയത്ത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കടുവയും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം സിംഹവും ഇവയുടെ ശത്രുക്കളാണ്. വെള്ളത്തിലാണെങ്കിൽ നേരെ തിരിച്ചും. അതുകൂടാതെ ആഫ്രിക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശത്രുവാണ് വെള്ളത്തിലും കരയിലും എല്ലാം ഹിപ്പോപ്പൊട്ടാമസ്. പിന്നെ കടലിൽ ജീവിക്കുന്ന മുതലകളുടെ ഒരു പ്രധാന ശത്രു എന്ന് പറയുന്നത് ചിലതരം സ്രാവുകളാണ്. അവ മുതലകളെ വേട്ടയാടി കൊന്ന് തിന്നാറുണ്ട്. വെള്ളത്തിൽ വെച്ചാണ് പ്രധാനമായിട്ടും മുതലകൾ ഇര തേടുക. വെള്ളത്തിൽ വളരെ അഗ്രസീവാണ്, വളരെ ക്യുക്കായിട്ടുള്ള ചലനങ്ങളായിരിക്കും. അതുകൊണ്ട് വെള്ളത്തിലെ മിക്കവാറും ജീവികൾക്കൊന്നും എടുത്ത് പിടിച്ചേക്കാൻ പറ്റില്ല. പിടിക്കുന്ന ജീവികളെല്ലാം വെള്ളത്തിൽ തന്നെ വെച്ച് കൊല്ലും. അത് കരയിലുള്ള ജീവികളാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയായിരിക്കും കൊല്ലുക. മുതലയ്ക്ക് ഏകദേശം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അഗ്രസീവായി ചലിച്ചുകൊണ്ട് വെള്ളത്തിനടിയിൽ കഴിഞ്ഞുകൂടാൻ പറ്റും. മുതല ശ്വസിക്കുന്ന അന്തരീക്ഷത്തിൽ ഓക്സിജൻ ആണെങ്കിലും വെള്ളത്തിനടിയിൽ അരമണിക്കൂർ വരെ ചലിച്ചുകൊണ്ടും നീന്തിക്കൊണ്ടും ഒക്കെ അവർക്ക് കഴിഞ്ഞുകൂടാൻ സാധിക്കും. ഇനി നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ വരെ വെള്ളത്തിനടിയിൽ ശ്വാസം എടുക്കാതെ മുതലേക്ക് ജീവിക്കാൻ സാധിക്കും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷികളും പലതരം പാമ്പുകളും ജലാശയത്തിലെ മത്സ്യങ്ങളും എല്ലാം ഇവയുടെ ശത്രുക്കളാണ്. അത്തരം വംശനാശം തടയുക എന്നുള്ളതാണ് പ്രധാനമായും ഈ സെൻറ്ററിൻ്റെ ഉദ്ദേശം. മുട്ടകൾ കളക്ട് ചെയ്ത് ഇവിടെ വിരിയിച്ച് അവയെ പരിപാലിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ മാത്രം അതിൻ്റെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിലേക്ക് നിക്ഷേപിക്കുന്നു. വെള്ളത്തിൽ വെച്ച് ഇര പിടിക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവയുടെ ബൈറ്റ് ഫോഴ്സാണ്.
ഏകദേശം 5000 PSI, അതായത് പാസ്കൽ പെർ സ്ക്വയർ ഇഞ്ച് ഫോഴ്സിൽ ഇവയ്ക്ക് കടിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വൈറ്റ് ഫോഴ്സ് ഉള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ജീവികൾ മുതലകളാണ്. ഇത് കഴിഞ്ഞാൽ ആ സ്ഥാനം ഹിപ്പോപ്പൊട്ടാമസിനും, അത് കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇരപടിയൻ ജീവികളായ കടുവ, സിംഹം തുടങ്ങിയ ജീവികളൊക്കെ വരുന്നുള്ളൂ. ഒരു തവണ പെൺമുതല 12 മുതൽ 15 വരെ മുട്ടകൾ ആണ് ഇടുന്നത്. മുട്ടകൾ വിരിയാൻ ഓരോ തരത്തിനും അതുപോലെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് 55 മുതൽ 100 ദിവസം വരെ എടുക്കാറുണ്ട്. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഇവയുടെ ലിംഗനിർണയം. ടെമ്പറേച്ചർ കൂടുതലുള്ള സാഹചര്യങ്ങളിൽ വിരിയുന്ന മുട്ടകളിലെല്ലാം ആൺമുതല കുഞ്ഞുങ്ങളായിരിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞ സാഹചര്യങ്ങളിൽ വിരിയുന്ന മുട്ടകളിലെല്ലാം പെൺമുതല കുഞ്ഞുങ്ങളായിരിക്കും. ഇനി മുതലകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെയാണ് മുതലകൾ. പ്രായമാകുന്നില്ല. നമുക്കിപ്പോൾ സാധാരണ ഒരു മനുഷ്യനുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളായി കടന്ന് ഒരു യൂത്ത് സ്റ്റേജിലെത്തുമ്പോൾ ആ വളർച്ചയുടെ ഒരു മാക്സിമം ലെവലായിരിക്കും. പിന്നെ ഒരു മിഡിൽ ഏജിലേക്ക് മാറുന്നതോടെ വളർച്ചയൊക്കെ നെഗറ്റീവോ, നമ്മുടെ മസിൽ മാസ് കുറയും, സെക്ഷൽ പവർ കുറയും, പല്ലൊക്കെ കൊഴിയാൻ തുടങ്ങും. അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും സംഭവിക്കും. ഒടുവിൽ വാർദ്ധക്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ മണ്ണിനോട് ചേരുന്നു. മുതലുള്ള കാര്യത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അത് അവരുടെ DNA ഒരു പ്രത്യേകതയാണ്. യൂത്ത് സ്റ്റേജിൽ നിന്ന് താഴേക്കൊരു പോക്കില്ല. അപ്പോൾ വളർന്നുകൊണ്ടേയിരിക്കും. എത്ര പ്രായമായാലും അവരുടെ സെക്ഷൽ പവർ കുറയുന്നില്ല. മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും വേണമെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും അതുപോലെ പെൺമുതലുകളാണെങ്കിൽ മുട്ടയിടാനും ഒക്കെ കേപ്പബിൾ ആയിരിക്കും. അതുകൂടാതെ അവരുടെ പല്ലുകൾ, തേഞ്ഞുപോയ പല്ലുകൾക്ക് പകരം പുതിയ പല്ലുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു 60 മുതൽ 80 വരെ പല്ലുകളാണ് ഒരു മുതലയ്ക്ക് അയാളുടെ വായിക്കകത്ത് എപ്പോഴും ഉണ്ടാവുക. അത് കൊഴിഞ്ഞു പോകും, പകരം പുതിയ പല്ലുകൾ വരും. അങ്ങനെ ഒരു മുതലയുടെ ആയുസ്സിൽ ഏകദേശം 6000 മുതൽ 8000 വരെ പല്ലുകൾ അവയ്ക്ക് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് ഏകദേശം 100 തവണ അവയ്ക്ക് പല്ലുകൾ മാറി പുതിയത് വരും. പക്ഷേ ഇവ ഒരിക്കലും ചിരഞ്ജീവികളല്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശരീര വലിപ്പം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഭക്ഷണം അവയ്ക്ക് വേണം. അത് പലപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയിലും പട്ടിണി മരണം സംഭവിക്കും. ഇര പിടിക്കാനുള്ള ശേഷി കുറഞ്ഞു വരും. കാരണം വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവയുടെ ചലനശേഷി കുറയും. കൂടുതൽ പെട്ടെന്ന് ചലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇര പിടിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ നേരിടും. ഇതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ നാച്ചുറൽ പ്രെഡേറ്റേഴ്സിൻ്റെ ആക്രമണം, ഇതൊന്നും കൂടാതെ മുതലുകൾക്കിടയിൽ തന്നെ ഉള്ള ടെറിട്ടറി നിശ്ചയിക്കുന്നതിനുള്ള ഫൈറ്റുകൾ, അത് കാരണവും പല മുതലകളും ജീവൻ വെടിയാറുണ്ട്. അതുകൊണ്ട് പ്രായം കൂടുന്നില്ലെങ്കിലും ഒരിക്കലും മുതലകൾ ചിരഞ്ജീവികളല്ല. പിന്നെ പ്രായമാകുമ്പോൾ ഇവരെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കണ്ണിന് കാഴ്ചക്കുറവ്, കാറ്ററാക്ട്. അങ്ങനെ കാഴ്ച കുറഞ്ഞ് ഇര പിടിക്കാൻ പറ്റാതെയാണ് പട്ടിണി കിടന്ന് ഒരുപാട് മുതലകൾ മരിച്ചു. ഏതായാലും ഇത്തരം സാഹചര്യങ്ങളിൽ ഏകദേശം 100 വർഷത്തിന് മുകളിൽ മുതലകൾ ജീവിക്കാറുണ്ട്. അവയുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ അത്ര ആയുസ്സുണ്ടായിരുന്നില്ല. 1976 ഈ സെന്റർ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതല വളർത്തൽ കേന്ദ്രം ഇതാണ്. ഈ കാണുന്ന ഏതാനും വലിയ മുതലകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം മുട്ടകൾ വിരിഞ്ഞ് അധികം വൈകാതെ ഇവരതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തിരിച്ചുവിടുന്നു. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അമരാവതി ഡാം കാണാം. അതേ പേരിലുള്ള ഒരു റിവറിലാണ് ഈ ഡാം. ആനമലയ്ക്കും പഴനിമലയ്ക്കും ഇടയിലുള്ള മഞ്ചമ്പട്ടി താഴ്വരയിലാണ് ഈ അമരാവതി റിവർ ഉത്ഭവിക്കുന്നത്. വെള്ളപ്പൊക്കം തടയാനും കൂടാതെ ജലസേചനം, പിന്നെ ഈ മുതലകളുടെ സംരക്ഷണം, ഇത്രയും കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ ഡാം സ്ഥാപിക്കപ്പെട്ടത്. 1953 പണി ആരംഭിച്ചു. 57 പൂർത്തിയായി. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് നാടാരുടെ കാലത്തായിരുന്നു ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തിയാക്കുന്നതും. അല്പദൂരോടി മുന്നോട്ട് പോയാൽ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം. ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് ഫോറസ്റ്റ് ട്രെക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഫോറസ്റ്റുകാരുടെ സ്പെഷ്യൽ പെർമിഷനോട് ചെയ്യാം. ഫോറസ്റ്റ് ഗാർഡുകൾ നമ്മുടെ കൂടെ വരും. കാട്ടിലൂടെ നടന്ന് ഇവിടെ കാട്ടിനകത്തൊരു വാച്ച് ടവർ ഉണ്ട്, അവിടെയൊക്കെ പോയി വരാം. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും, നമ്മളതിനൊന്നും പോകുന്നില്ല. ഇവിടെ നിന്നൊരു പ്രത്യേകത, കേരളത്തിലെ പ്രസിദ്ധമായ ചന്ദനമരങ്ങൾക്ക് പ്രസിദ്ധമായ മറയൂർ എന്നുള്ള സ്ഥലം എത്തുന്നത് വരെ വളരെ വീതി കുറഞ്ഞ റോഡാണ്. അതുകൊണ്ട് പോകുന്ന വഴിയിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് 2 വണ്ടികൾ പലപ്പോഴും റോഡിൻ്റെ മാർജിനിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ മാത്രം നമുക്ക് വാഹനങ്ങൾ നിർത്താനൊരു സ്ഥലമുണ്ട്.
ഒരു വ്യൂ പോയിൻ്റാണ് തൂവാനം വാട്ടർഫാൾസിൻ്റെ വ്യൂ പോയിൻ്റ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളിലൊന്നായ പാമ്പാറിലാണ് ഈ വാട്ടർഫാൾസ്. വനത്തിനകത്ത് 28 മീറ്റർ താഴ്ചയിലേക്കാണ് ഈ ഫാൾസ് പതിക്കുന്നത്. പിന്നെ അതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ വാഹനങ്ങൾ നിർത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് തെളിയിക്കുന്ന ഒരു ദൃശ്യം ഇതാ. കഷ്ടം, എന്താ പറയുക. അങ്ങനെ തൂവാനം വാട്ടർഫാൾസ് വ്യൂ പോയിന്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു വാട്ടർഫാൾസ് എത്തിയിരിക്കുകയാണ്, കാന്തല്ലൂർ വാട്ടർഫാൾസ്. ഇതിന് കീഴാന്തൂർ വാട്ടർഫാൾസ് എന്നും ഒരു പേരുണ്ട്. കാരണം ദേവികുളം താലൂക്കിലെ കീഴാന്തൂർ വില്ലേജിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ആനമുടിച്ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അരുവിയാണത്. 20 മീറ്റർ താഴ്ചയിലാണ് ഈ വെള്ളച്ചാട്ടം പതിക്കുന്നത്. ഇവിടെ നിന്ന് ഈ അരുവി പാമ്പാറിൽ ചെന്ന് ചേരുന്നു. കാന്തല്ലൂർ വാട്ടർഫാൾസിനൊക്കെ തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം കാണപ്പെടുന്നത്. സാധാരണ ഹോം സ്റ്റേ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് കാട്ടിൻ്റെ അകത്തൊക്കെ ആയതുകൊണ്ടായിരിക്കാം, ജംഗിൾ സ്റ്റേ. ഇനി കാന്തല്ലൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു ഫാം ഹൗസ്. നമ്മൾ ഗൂഗിളിലൊക്കെ ചില ഫാം ഹൗസൊക്കെ കണ്ടു. ഫാം ഹൗസ് കാണാനുണ്ടെങ്കിലുള്ള വഴിയൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ചോദിച്ചു വന്ന് ഇവിടെ എത്തി. ജോപ്പൻസ് ഫാം ഹൗസ്. 2000 കാലഘട്ടത്തിൽ PSC എഴുതുമ്പോൾ പ്രത്യേകം പഠിച്ചിരുന്നൊരു പേരായിരുന്നു കാന്തല്ലൂര്. PSC അന്ന് സ്ഥിരം ചോദിച്ചിരുന്നൊരു ചോദ്യം, 2 ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു. ഒന്ന്, കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലം. 2, ഒന്നാം പാനിപ്പട്ടി യുദ്ധം നടന്ന വർഷം. ഇപ്പോഴും ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഇന്നിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെറും വെളുത്തുള്ളി മാത്രമല്ല കൃഷി, ധാരാളം കൃഷികളിവിടെ ഉണ്ട്. തണുപ്പ് സീസണിൽ വിളയുന്ന ഒരുപാട് കൃഷികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. മഴ ഒരുപാട് കോരിച്ചെരിഞ്ഞ് പെയ്യാറില്ല, ചെറുതായിട്ടുള്ള മഴ. നല്ല തണുത്ത കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ അത്തരം കൃഷികൾക്ക് പറ്റിയ ഒരു കാലാവസ്ഥയാണ്. ആപ്പിള്, ഓറഞ്ച്, പ്ലം, പീച്ച്, സബരജല്ലി തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ, അതുകൂടാതെ കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ, അതുകൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, അത്തരം സുഗന്ധദ്രവ്യ ഇനങ്ങൾ, ഇതെല്ലാം ഇവിടെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ വഴിയിലൊക്കെ ഒരുപാട് വെളുത്തുള്ളി വിൽക്കുന്ന ആൾക്കാർ നമുക്ക് കാണാം. വെളുത്തുള്ളി അതുപോലെ പല പച്ചക്കറികളും വിൽക്കുന്ന ആൾക്കാരെ കാണാം. ഇവിടുത്തെ പഴങ്ങൾ വിളയുന്ന മരങ്ങളെല്ലാം മിക്കവാറും ഇതേപോലെ നെറ്റിട്ട് മൂടിയിരിക്കും, അല്ലെങ്കിൽ പഴങ്ങളെല്ലാം ക്ലിയർ കൊണ്ടുപോകും. ഇത് ഒരു ആപ്പിൾ മരമാണ്. ഇതൊരു പ്രത്യേക വാഴയിനമാണ്. പിങ്ക് വെൽവെറ്റ് ബനാന എന്നാണ് ഇതിൻ്റെ പേര്. ഈ കാണാനുള്ള ചന്തം ഇതൊരു അലങ്കാര ചെടിയായിട്ട് വളർത്താറുണ്ട്. പക്ഷേ ഇതിൻ്റെ പഴം തിന്നാൻ പറ്റില്ല. വളരെ കടുപ്പമേറിയ ധാരാളം വിത്തുകൾ അതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, മറ്റു വാഴയിനങ്ങളെ പോലെയല്ല, ഈ വിത്ത് മുളച്ച് പുതിയ ചെടികളുണ്ടാവും. പിന്നെ ഈ കടുപ്പമേറിയ വിത്തുകളിലൊക്കെ സഹിച്ച് തിന്നാന്ന് വെച്ചാൽ തന്നെ സാധാരണ വാഴപ്പഴത്തിൻ്റെ യാതൊരു രുചിയില്ലാത്ത ഒരു പഴമാണ്. അതുകൊണ്ട് ഇത് ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കാറില്ല. പലതരം പൂക്കൾ നമുക്കിവിടെ കാണാം. ഇതൊന്നും ഇവിടെ കേരളത്തിൽ സാധാരണ ഉണ്ടാകുന്ന പൂക്കളല്ല. അതുകൊണ്ട് ഇതിനൊന്നും മലയാളം പേരുകളും കാര്യമായിട്ടില്ല. ഗൂഗിളിൽ നോക്കിയാൽ മിക്കവാറും എല്ലാത്തിനും ഇംഗ്ലീഷ് പേരുകളുണ്ട്. ഈ ഒരു മരം എല്ലാ സുന്ദരിമാരും പ്രത്യേകം നോട്ട് ചെയ്തോളണം. ചില സുന്ദരന്മാർക്ക് നോട്ട് ചെയ്യുക. ഇതിൻ്റെ പേരാണ് ലിപ്സ്റ്റിക് ട്രീ. ഇതിൻ്റെ ആ കായ്ക്കകത്തുള്ള വിത്ത്, അതിൽ നിന്ന് ഒരു ചുവന്ന നിറത്തിലുള്ള ചായം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നല്ല ഇനം ലിപ്സ്റ്റിക്കിന് യൂസ് ചെയ്യുക. ഇനി അതല്ലാതെ ഈ ചീപ്പ് ലിപ്സ്റ്റിക്കൊക്കെ പല കെമിക്കൽസ് ചേർത്ത് വരുന്നുണ്ട്. അതൊക്കെ വാങ്ങിച്ച് ചുണ്ടത്ത് തേച്ച് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതെ നല്ല ഈ മരത്തിൻ്റെ കായിൽ നിന്നുണ്ടാകുന്ന ലിപ്സ്റ്റിക്ക് മാത്രം ഉപയോഗിച്ചെല്ലാവരും ശീലിക്കുക. ഹൈബ്രിഡ് ടീ റോസ് എന്നാണ് ഈ പൂവിൻ്റെ ഇംഗ്ലീഷ് പേര്. മലയാളം പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഏഞ്ചൽസ് ട്രംപറ്റ് എന്നറിയപ്പെടുന്ന പൂവാണിത്. ഫാം ഹൗസിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു കാവൽക്കാരൻ നിൽപ്പുണ്ട്. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പക്ഷിയാണത്. ടർക്കി എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന ഈ പക്ഷി വാസ്തവത്തിൽ ടർക്കി എന്ന് വിളിക്കുമെങ്കിലും ടർക്കി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ജന്മസ്ഥലം USA വനപ്രദേശങ്ങളാണ്. ഇതിനാദ്യമായിട്ട് ഇണക്കി വളർത്തിയത് മെക്സിക്കോയിലെ ജനങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് വളരെ ഡിമാൻഡാണ്. കാരണം ഈ പാമ്പുകളുടെയൊക്കെ ഉപദ്രവം പല വീടുകളിലും കൂടിയപ്പോൾ ഇതിനെ വളർത്താൻ തുടങ്ങി പലരും. ഡിമാൻഡ് കൂടി. പരിചയമില്ലാത്ത മനുഷ്യരെയൊക്കെ പലപ്പോഴും അറ്റാക്ക് ചെയ്യും. മയിലുകളൊക്കെ പീലി പടർത്തി ഇണയെ ആകർഷിക്കുന്ന പോലെ ഇതിപ്പോ അപ്പുറത്ത് വയ്ക്കുന്ന പെണ്ണിനെ ഒന്ന് അട്രാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വരാത്തത്. ശ്രദ്ധ മുഴുവൻ അവിടെയാണെന്ന് തോന്നുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റ്. ഈ കാന്തല്ലൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട 360 ഡിഗ്രി വ്യൂ പോയിന്റ് ആണ്. 2009 റിലീസായ മോഹൻലാൽ നായകനായിട്ടുള്ള ഭ്രമരം എന്ന സിനിമയിലെ
മോഹൻലാലിൻ്റെ ജന്മസ്ഥലമായിട്ട് കാണിക്കുന്നത് ഈ പ്രദേശമാണ്. അതോടാണ് ഈ സ്ഥലത്തിന് ഭ്രമരം വ്യൂ പോയിന്റ് എന്നുള്ള ഒരു പേര് വന്നത്. നല്ല മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ്. ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാം. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം മൂടലുള്ളതുകൊണ്ട് കാര്യമായിട്ടൊന്നും കാണാനില്ല എന്നുള്ളത് വേറെ കാര്യം. തൊട്ടടുത്ത് തന്നെ ഒരു പുൽത്തൈല നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ പ്രത്യേക സ്പോൺസർഷിപ്പോടെ ഇടുക്കി ജില്ലയിൽ നടത്തപ്പെടുന്ന 4 യൂണിറ്റുകളിൽ ഒന്നാണിത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരു മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന, ഇന്ന് ലോക പ്രശസ്തമാണ് മറയൂർ ശർക്കര, അത്തരം ഒരു യൂണിറ്റ് കാണാം. എല്ലാം മനുഷ്യ അധ്വാനം ഉപയോഗിച്ച് കരിമ്പ് പിഴിഞ്ഞ് ചാറെടുക്കുന്നത് മാത്രമാണ് ഇവിടെ ഒരു യന്ത്രം ഉപയോഗിച്ച് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്ന കരിമ്പിൻ ജ്യൂസ് ആ കാണുന്ന ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ഏകദേശം 1000-2000 ഇടയിൽ ലിറ്റർ കരിമ്പിൻ ജ്യൂസ് ഇതാ ഈ പാത്രത്തിൽ ഒഴിച്ച് അത് ഉണങ്ങിയ കരിമ്പിൻ ചണ്ടി കത്തിച്ച് ചൂടാക്കി ഇതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അത് ഒരു പ്രത്യേക പാകത്തിൽ കുറുകി വരുമ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. എന്നാലും ഇളക്കി നിർത്തില്ല, അവിടെ അത് ഇളക്കി വീണ്ടും അത് കംപ്ലീറ്റ് ഡ്രൈ ആകുമ്പോൾ പൊടിയായി ഒരു ഫോം കിട്ടും. അതാണ് മറയൂർ ശർക്കര. അത് ആ ചെറു ചൂടോടെ തന്നെ ഉരുട്ടി ഉണ്ടകളാക്കി വിൽക്കുന്നുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ അച്ചുകളിലൊഴിച്ച് നമ്മൾ കടകളിലൊക്കെ സാധാരണ കാണുന്ന രീതിയിലുള്ള ശർക്കരയും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഈ സ്ഥലത്തില്ല, വേറെ ചില നിർമ്മാണ യൂണിറ്റുകളുള്ളതായിട്ട് പറഞ്ഞു. എല്ലാവരും രാവിലെ തൊട്ട് നല്ലപോലെ അധ്വാനിക്കുന്നുണ്ടായിരിക്കും. കൂടുതൽ സംസാരിക്കാനൊന്നും ഇപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല. കുറച്ചുകൂടെയൊക്കെ നേരത്തെ വന്നിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെയൊക്കെ ഉഷാറായിരുന്നിരിക്കും. ഏതായാലും കുറച്ച് മറയൂർ ശർക്കര നമ്മളൊന്ന് വാങ്ങിച്ചു. ലോകത്തിൻ്റെ പല സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. നമ്മളിവിടെ വന്നിട്ട് വാങ്ങിച്ചില്ലേ മോശമല്ലേ. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതാ മറയൂരിലെ പ്രശസ്തമായ ചന്ദനക്കാടുകൾ കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനം ഉണ്ടാകുന്ന സ്ഥലം ഇവിടെയാണ്. ഈ ചന്ദനത്തിനെ കുറിച്ച് പലർക്കും അറിഞ്ഞുകൊള്ളാത്തൊരു കാര്യമുണ്ട്. ചന്ദനം ശരിക്ക് ഒരു പരാത സസ്യമാണ്. അതിന് സ്വന്തമായിട്ട് മണ്ണിൽ നിന്ന് പോഷകാംശങ്ങൾ വലിച്ചെടുക്കാൻ കഴിയില്ല. സാധാരണത്തിൽ ചന്ദനം നടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു നൈട്രജൻ ഫിക്സേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ചെടിയും കൂടി നടും. കേരളത്തിലൊക്കെ സാധാരണ തുവരച്ചെടിയാണ് ഇതിൻ്റെ കൂടെ നടുക. അങ്ങനെ ചന്ദനമൊക്കെ ഒന്ന് വളർന്നു വരുമ്പോൾ നമുക്കറിയാം തുവര അധികകാലം ആയുസില്ല. 5-6 മാസം കൊണ്ട് അത് വിളവിടും. അതിൻ്റെ പൂക്കലും കായ്ക്കലും ഒക്കെ കഴിഞ്ഞാൽ നശിച്ചു പോകും. പിന്നീട് അങ്ങോട്ട് ഈ ചന്ദനത്തിന് നിലനിൽക്കണമെങ്കിൽ ചുറ്റും വേറെ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ വേണം. അതിനായിട്ട് സാധാരണത്തിൽ പേര, വേപ്പ്, നെല്ലി അത്തരം പല മരങ്ങളും നടുന്നുണ്ട്. അങ്ങനെ പല മരങ്ങൾക്കിടയിൽ മാത്രമേ നമുക്ക് ഈ ചന്ദനച്ചെടി കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ചന്ദന മരങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കാട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. കാരണം ചന്ദനത്തിന് മണ്ണിൽ നിന്ന് നേരിട്ട് പോഷകാംശങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവില്ല. ശരി, നേരമൊക്കെ നല്ലപോലെ ഇരുട്ടി. ഇനി ഇന്നത്തെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. ഒരു ഹോം സ്റ്റേ ആണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.